തിരികെ വാർത്തകളിലേക്ക്. ശബരിമല താന്ത്രിക സ്ഥാനത്ത് നിന്നും തന്നെ ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കത്ത് നൽകി ചെങ്ങന്നൂർ താഴ്മൺ മഠത്തിലെ കണ്ഠരര് രാജീവർ. അനാരോഗ്യം മൂലം തന്ത്രി പദവിയിൽ നിന്ന് തന്നെ ഒഴിവാക്കി പകരം മകൻ കണ്ഠരര് ദേവദത്തന് ചുമതല നൽകണം എന്നാണ് രാജീവരുടെ ആവശ്യം. MS വീണ വിശദാംശങ്ങൾ നൽകും. വീണ, ഈ താന്ത്രിക വിദ്യയുടെ അവകാശം ഇനിയും മകന് നൽകിക്കൊണ്ട് തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യമാണോ കണ്ഠരര് രാജീവര് ഈ ഘട്ടത്തിൽ ഈ കത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്? മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ ദേവസ്വം ബോർഡിന് അയച്ചിട്ടുള്ള കത്തിനകത്ത് തന്ത്രി വ്യക്തമാക്കുന്നത്? ദേവസ്വം ബോർഡിന് നൽകിയ ഈ ഒരു കത്തിൽ, കണ്ഠരര് രാജീവർ നൽകിയ കത്തിൽ പ്രധാനമായി പറയുന്നത് അനാരോഗ്യങ്ങൾ തന്നെ വലട്ടുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ചുമതലയിൽ നിന്ന് തന്നെ ഒഴിവാക്കി പകരം ഈ ഒരു മണ്ഡലകാലം എത്തുമ്പോൾ താന്ത്രിക വിധിപ്രകാരം അദ്ദേഹത്തിനാണ് ഊഴം ലഭിക്കുന്നത്. അതിനാൽ തന്നെ തൻ്റെ മകന് ഈ ഒരു ഊഴം നൽകണമെന്നുള്ളൊരു ആവശ്യം കൂടിയാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ മേൽശാന്തി ഇന്റർവ്യൂവിലടക്കം ആ ലിസ്റ്റിൽ നിന്നടക്കം തന്നെ ഒഴിവാക്കണമെന്നുള്ള ആവശ്യം കൂടി ആ ഒരു കത്തിൽ, ദേവസ്വം ബോർഡിന് നൽകിയ കത്തിൽ നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, അദ്ദേഹത്തിന് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് മാനസികമായ ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വന്ന സാഹചര്യമുണ്ട്. ഇടതുപക്ഷ സർക്കാർ ഈ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വം തന്ത്രിയെ വേട്ടയാടിയ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകളില്ലെങ്കിൽ പോലും തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രേരണയിലൂടെയാണ് SIT സംഘം കടന്നതെന്ന് ബോധ്യപ്പെട്ട സാഹചര്യമുണ്ട്. അതടക്കമുള്ള മനോവിഷമങ്ങളിൽ തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് കടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നാണ്. മുൻകാലങ്ങളിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ദേവസ്വം ബോർഡ് തന്നെയാണ് എടുത്തിരുന്നതെങ്കിലും നിലവിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും അന്തിമമായി തീരുമാനമെടുക്കുന്നതും കേസടക്കം ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കും. തുടർന്ന് ഈ കാര്യത്തിലും തന്ത്രി നൽകിയ കത്തിലെ ആവശ്യത്തിലടക്കം ഹൈക്കോടതിയിൽ നിന്നായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം, ഓക്കെ. MS വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല തന്ത്രി സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റി മകനെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നാണ് കണ്ഠരര് രാജീവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അയച്ചിരിക്കുന്ന കത്തിൽ വ്യക്തമാക്കുന്നത്.